നമസ്കാരം. ജാതക കഥകളിലെ 84-ാമത്തെ കഥ കൈക്കുന്ന മാമ്പഴം. കാശി രാജ്യക്കാരായ 4 ബ്രാഹ്മണ സഹോദരന്മാരുണ്ടായിരുന്നു. അവർ സന്യാസം സ്വീകരിച്ച് ഹിമാലയത്തിൽ ഓരോ പർണശാലകൾ കെട്ടി തപസ് ചെയ്യുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അതിൽ മൂത്തയാൾ മരിച്ചുപോയി. അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനായിരുന്നു. അതുകൊണ്ട് ദേവന്മാരുടെ രാജാവായ ശക്രനായി ജന്മമെടുത്തു. ഒരിക്കൽ ശക്രൻ മുജ്ജന്മത്തിലെ സഹോദരന്മാരെ കാണാൻ ഹിമാലയത്തിലെത്തി. ആദ്യം മൂത്തയാളിൻ്റെ അടുത്ത് ചെന്നു. കുശലപ്രശ്നങ്ങൾ നടത്തി. എന്നിട്ട് ചോദിച്ചു, അനുജ, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? അയാൾക്ക് മഞ്ഞപ്പിത്തമുണ്ടായിരുന്നു. എപ്പോഴും കുളിര് തോന്നിയിരുന്നു. അതുകൊണ്ട് അയാൾ പറഞ്ഞു, എനിക്കെപ്പോഴും തീ കായണമെന്നുണ്ട്. അതിനു വേണ്ട സൗകര്യം ചെയ്തു തന്നാൽ കൊള്ളാം. ഉടനെ ശക്രൻ അയാൾക്ക് ഒരു മഴു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ മഴു കയ്യിലെടുത്തുകൊണ്ട് ഒന്ന് തീ കൂട്ടൂ എന്ന് പറഞ്ഞാൽ മതി. അത് തനിയെ പോയി വിറക് വെട്ടി നിന്റെ അടുത്ത് കൊണ്ടുവന്ന് തീ കൂട്ടിത്തരും. ശക്രൻ പിന്നീട് 2ാമത്തെ സഹോദരൻ്റെ അടുത്തെത്തി. അയാളോടും എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ പർണശാലയ്ക്കടുത്തുകൂടിയാണ് കാട്ടാനകളുടെ വഴി. അവയുടെ ശല്യം ഒന്ന് ഒഴിവാക്കി തന്നാൽ കൊള്ളാം. ശക്രൻ ആ അനുജന് ഒരു പെരുമ്പറ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാ, ഈ പെരുമ്പറയുടെ ഈ തലയ്ക്കടിച്ച് ശബ്ദമുണ്ടാക്കിയാൽ അപ്പോഴേ ശത്രുക്കൾ അകലേക്ക് പൊയ്ക്കൊള്ളും. മറുതലയ്ക്കടിച്ച് ശബ്ദമുണ്ടാക്കിയാൽ അവർ വിശ്വസ്തരായ കൂട്ടുകാരായി മാറും. പിന്നെ ചതുരംഗ സേനയോടുകൂടി നിനക്ക് ചുറ്റും നിന്ന് സംരക്ഷണം തരും. പിന്നീട് ശക്രൻ ഏറ്റവും ഇളയ അനുജൻ്റെ അടുത്തേക്ക് ചെന്നു. അയാളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു. അയാൾക്ക് മഞ്ഞപ്പിത്തമായിരുന്നു. അതുകൊണ്ട് കുടിക്കാൻ തൈര് വേണമെന്നാണ് അയാൾ ആവശ്യപ്പെട്ടത്. ശക്രൻ അയാൾക്ക് ഒരു ചെറിയ കുടം കൊടുത്തു. നീ ഈ കുടം കമഴ്ത്തിക്കൊണ്ട് എന്താഗ്രഹിച്ചാലും അതിൽ നിന്ന് ഒരു നദി ഒഴുകാൻ തുടങ്ങും. അതിൻ്റെ സഹായത്തോടെ നിനക്ക് രാജ്യം പോലും പിടിച്ചടക്കാൻ കഴിയും. അങ്ങനെ ഉപദേശിച്ചിട്ട് ശക്രൻ സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. സഹോദരന്മാരിൽ മൂത്തയാൾ മഴുകൊണ്ട് വിറക് വരുത്തി തീ കാഞ്ഞു. 2ാമൻ പെരുമ്പറ കൊട്ടി ആനകളെ വിരട്ടിയോടിച്ചു. 3ാമൻ കുടത്തിൽ നിന്ന് തൈര് വരുത്തി കുടിച്ചു. അങ്ങനെ അവർ സംതൃപ്തിയോടെ കഴിഞ്ഞു. ഈ കാലത്ത് ആ കാട്ടിനടുത്ത് തകർന്ന് ജനവാസമില്ലാതെ കിടന്ന ഗ്രാമത്തിലേക്ക് ഒരു കാട്ടുപന്നി ഇര തേടി വന്നു. പന്നിക്ക് അവിടെ നിന്ന് തിളങ്ങുന്ന ഒരു രത്നം കിട്ടി. അതൊരു മാന്ത്രിക രത്നമായിരുന്നു. രത്നം കടിച്ചെടുത്തതോടെ പന്നി ആകാശത്തേക്ക് ഉയർന്നു പറക്കാൻ തുടങ്ങി. നഗരങ്ങളും ഗ്രാമങ്ങളും കടന്ന് അവൻ കടലിന് മുകളിലെത്തി. കുറേ ചെന്നപ്പോൾ പച്ച പിടിച്ച ഒരു ദ്വീപ് കണ്ടു. അവിടെ വലിയൊരു അത്തിമരമുണ്ട്. അവൻ അതിൻ്റെ ചുവട്ടിൽ ഇറങ്ങി. അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. കാശിയിൽ വളരെ ദരിദ്രനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ തൊഴിൽ തേടി നടന്ന് അവസാനം തുറമുഖത്തെത്തി. അവിടെ വെച്ച് ഒരു കപ്പലിലെ വേലക്കാരനായി പണി കിട്ടി. കപ്പൽ യാത്ര ആരംഭിച്ചു. നടുക്കടലിലെത്തിയപ്പോൾ കൊടുങ്കാറ്റടിച്ചു. അതിൽപ്പെട്ട് കപ്പൽ തകർന്നു. ചെറുപ്പക്കാരൻ നീന്തി തുടിച്ച് ഈ ദ്വീപിൽ വന്നു പെട്ടു. അയാൾ കരയ്ക്ക് കയറി അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്ക് നടന്നു. അപ്പോൾ അവിടെ പന്നി കിടന്ന് ഉറങ്ങുകയാണ്. അതിൻ്റെ അടുത്ത് തിളങ്ങുന്ന രത്നവുമുണ്ട്. അയാൾ ഉടൻ രത്നം സ്വന്തമാക്കി. രത്നം കയ്യിലെടുത്തതോടെ അയാൾ ആകാശത്തേക്കുയരാൻ തുടങ്ങി. അതോടെ ആ രത്നത്തിൻ്റെ ശക്തി അയാൾക്ക് മനസ്സിലായി. കുറേ ഉയരത്തിലെത്തിയപ്പോൾ അയാൾ അത്തിമരത്തിൻ്റെ ഒരു കൊമ്പിൽ പിടിച്ചു കയറി അവിടെ ഇരുന്നു. പന്നി ഉണർന്നു നോക്കിയപ്പോൾ രത്നമില്ല. അനക്കം കേട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ രത്നവുമായി ഒരു മനുഷ്യനിരിക്കുന്നു. അത് കണ്ട് പന്നിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ സർവ്വശക്തിയും എടുത്ത് മരത്തിന് നേരെ കുതിച്ചു. മരത്തിൽ തലയിടിച്ച് അവൻ ചത്തുവീണു. അയാൾ ഉടനെ മരത്തിൽ നിന്നിറങ്ങി താഴെ കിടന്ന ചുള്ളിക്കമ്പ് കൊണ്ട് തീയുണ്ടാക്കി പന്നിയിറച്ചി ചുട്ടു തിന്ന് വിശപ്പടക്കി. എന്നിട്ട് രത്നത്തിൻ്റെ ശക്തി കൊണ്ട് പറക്കാൻ തുടങ്ങി. കടലും കരയും കടന്ന് ഹിമാലയത്തിൻ്റെ താഴ്വരയിലെത്തി. അവിടെ ഒരു പർണശാല കണ്ട് അയാൾ താഴെ ഇറങ്ങി. അതാ 3 ബ്രാഹ്മണ സഹോദരന്മാരിൽ മൂത്ത ആളിൻ്റേതായിരുന്നു. ആ താപസനുമായി അയാൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അതിഥിയായി 2-3 ദിവസം അവിടെ കഴിഞ്ഞു. അതിനിടെ താപസൻ്റെ കയ്യിലുള്ള മഴുവിൻ്റെ ശക്തി അവൻ മനസ്സിലാക്കി. അത് കൈക്കലാക്കാൻ അയാൾ ആഗ്രഹിച്ചു. അയാൾ തൻ്റെ കയ്യിലിരുന്ന രത്നത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് താപസനോട് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ സന്യാസിക്ക് പറന്നു നടക്കാൻ മോഹം തോന്നി.
ഉടനെ അയാൾ സന്യാസിയോട് പറഞ്ഞു, സ്വാമി, ഞാൻ ഈ രത്നം അങ്ങേക്ക് തരാം. പകരം അങ്ങയുടെ മഴു എനിക്ക് തരാമോ? സന്യാസി സമ്മതിച്ചു. അയാൾ രത്നം കൊടുത്ത് പകരം മഴു വാങ്ങി. എന്നിട്ട് മഴുവിനോട് പറഞ്ഞു, ഈ സന്യാസിയുടെ തല വെട്ടിക്കൊണ്ടുവരൂ. മഴു പാഞ്ഞു ചെന്ന് സന്യാസിയുടെ തല വെട്ടി അയാളുടെ കാൽക്കല്ലെത്തിച്ചു. അയാൾ മഴുവും രത്നവുമായി യാത്രയായി. വഴിയിൽ മറ്റൊരു പർണശാല കണ്ടു. അത് രണ്ടാമത്തെ ബ്രാഹ്മണ സഹോദരൻ്റേതായിരുന്നു. അവിടെ നിന്നും അയാൾ രത്നം കൊടുത്ത് പെരുമ്പറ വാങ്ങി. എന്നിട്ട് മഴു കൊണ്ട് ആ സന്യാസിയെയും കൊന്നു. മഴുവും പെരുമ്പറയും രത്നവുമായി യാത്ര തുടർന്നു. കുറച്ചു ദൂരെ ചെന്നപ്പോൾ മൂന്നാമത്തെ ബ്രാഹ്മണ സഹോദരൻ്റെ പർണശാല കണ്ടു. അവിടെ കയറി രത്നം കൊടുത്ത് കുടം വാങ്ങി. മഴു കൊണ്ട് ആ സന്യാസിയെയും കൊന്നു. എന്നിട്ട് കുടവും പെരുമ്പറയും മഴുവും രത്നവുമായി യാത്രയായി. കാശി രാജ്യത്തിൻ്റെ അതിർത്തിയിലെത്തി. എന്നിട്ട് രാജാവിനൊരു സന്ദേശമയച്ചു. ഒന്നുകിൽ യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ കീഴടങ്ങുക. അത് കേട്ട് രാജാവിന് കോപം വന്നു. എവിടെ നിന്നോ ഒറ്റയ്ക്ക് വന്ന ഒരുത്തൻ തന്നെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം ഭടന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു, ആ തെമ്മാടിയെ പിടിച്ചുകെട്ട്. കുറേ ഭടന്മാർ അയാളെ പിടിച്ചുകെട്ടാൻ ചെന്നു. അയാൾ പെട്ടെന്ന് ചെണ്ടയെടുത്ത് അതിൻ്റെ മറുതലയിൽ ഒന്ന് കൊട്ടി. അതോടെ സൈനികരെല്ലാം അയാളുടെ പക്ഷത്ത് ചേർന്നു. അയാൾ കുടമെടുത്ത് കമഴ്ത്തിപ്പിടിച്ചു. അതിൽ നിന്ന് തൈര് പ്രവഹിക്കാൻ തുടങ്ങി. രാജാവിൻ്റെ സൈന്യം അത്രയും തൈരിൽ മുങ്ങിച്ചത്തു. അപ്പോൾ മഴുവെടുത്തിട്ട് അതിനോട് പറഞ്ഞു, രാജാവിൻ്റെ തല വെട്ടിക്കൊണ്ടുവാ. മഴു പറന്നുപോയി രാജാവിൻ്റെ തല വെട്ടി അയാളുടെ കാൽക്കൽ കൊണ്ടുവന്നിട്ടു. അതോടെ രാജ്യം അയാളുടേതായി. തൻ്റെ ചുറ്റുമുണ്ടായിരുന്ന ചതുരംഗസേനയോടൊപ്പം അയാൾ രാജധാനിയിലേക്ക് ചെന്നു. സിംഹാസനാരോഹണം ചെയ്തു. ദധിവാഹനൻ എന്ന പേര് സ്വീകരിച്ച് സമർത്ഥമായി രാജ്യം ഭരിച്ചു. അങ്ങനെ കഴിയുന്ന കാലത്ത് ഒരു ദിവസം രാജാവ് ജലക്രീഡയ്ക്കായി നദിയിലേക്ക് പോയി. അപ്പോൾ വിശേഷപ്പെട്ട ഒരു മാമ്പഴം നദിയിലൂടെ ഒഴുകി വന്നത് അദ്ദേഹത്തിന് കിട്ടി. സ്വർണ്ണ നിറവും നല്ല മണവുമുള്ള വലിയ മാമ്പഴം. അദ്ദേഹം ആ മാമ്പഴം തിന്നു. നല്ല മധുരം, ഹൃദ്യമായ രുചി. രാജാവ് ആ മാങ്ങയുടെ അണ്ടി തൻ്റെ തോട്ടത്തിൽ കുഴിച്ചിട്ടു. മുളച്ചു വന്ന മാവിൻ തൈയുടെ ചുവട്ടിൽ പാലും വെള്ളവും ഒഴിച്ചു വളർത്തി ശ്രദ്ധയോടെ പരിചരിച്ചു. 3 വർഷം കഴിഞ്ഞപ്പോൾ മാവ് പൂത്തു, ഉണ്ണികൾ വിരിഞ്ഞു. അതോടെ രാജാവിൻ്റെ ശ്രദ്ധയും പരിചരണവും വർദ്ധിച്ചു. മറ്റാരും കാണാതിരിക്കാനായി മാവിനു ചുറ്റും തുണി കൊണ്ട് മറകെട്ടി. മാങ്ങകൾ വിളഞ്ഞു പഴുത്ത് നല്ല നിറവും മണവുമുള്ള വലിയ മാമ്പഴങ്ങൾ. തൻ്റെ മേന്മ അറിയിക്കാൻ വേണ്ടി രാജാവ് കുറേ മാമ്പഴം വീതം അയൽരാജാക്കന്മാർക്ക് സമ്മാനമായി കൊടുത്തയച്ചു. പക്ഷേ എല്ലാ മാമ്പഴത്തിൻ്റെയും അണ്ടിയുടെ മുളയുള്ള ഭാഗത്ത് ഒരു മുള്ളുകൊണ്ട് കുത്തി മുള നശിപ്പിച്ചിട്ടാണ് മാമ്പഴങ്ങൾ കൊടുത്തയച്ചത്. മാമ്പഴം തിന്ന രാജാക്കന്മാരെല്ലാം അതിൻ്റെ അസാധാരണമായ രുചിയിൽ ആകൃഷ്ടരായി. അവരെല്ലാം ആ മാങ്ങയണ്ടികൾ കുഴിച്ചിട്ടു. പക്ഷെ ഒന്നും മുളച്ചില്ല. അടുത്ത കൊല്ലവും ദധിവാഹന മഹാരാജാവ് അയൽരാജ്യക്കാർക്ക് മാമ്പഴം കൊടുത്തയച്ചു. ഇക്കുറി അവർ മാമ്പഴം ശ്രദ്ധിച്ചു പരിശോധിച്ചു. മുള നശിപ്പിച്ചിരിക്കുന്നത് കണ്ടുപിടിച്ചു. തങ്ങളെ ഇങ്ങനെ പരിഹാസ്യരാക്കിയതിന് പ്രതികാരം ചെയ്യണമെന്ന് ആ രാജാക്കന്മാരിൽ ഒരാൾ തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ തോട്ടക്കാരെ എല്ലാം വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, ദധിവാഹനൻ്റെ തോട്ടത്തിലെ മാമ്പഴത്തിൻ്റെ മധുരം കയ്പാക്കി മാറ്റാൻ ആർക്കെങ്കിലും ആവുമോ? തോട്ടക്കാരിൽ ഒരാൾ ആ വെല്ലുവിളി സ്വീകരിച്ചു. രാജാവ് സന്തോഷിച്ച് 1000 പൊൻപണം സമ്മാനവും കൊടുത്ത് അവനെ കാശിയിലേക്ക് അയച്ചു. അവൻ ദധിവാഹന മഹാരാജാവിൻ്റെ മുറ്റത്തെത്തി മുഖം കാണിച്ചു. നീ ആരാണ്? എന്തിനാണ് വന്നത്? രാജാവ് ചോദിച്ചു. പ്രഭോ, അടിയനൊരു തോട്ടക്കാരനാണ്. ജോലി അന്വേഷിച്ച് വന്നതാണ്. അയാളുടെ വിനയം നിറഞ്ഞ പെരുമാറ്റം രാജാവിന് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം അയാളെ തൻ്റെ പ്രധാന തോട്ടക്കാരൻ്റെ സഹായിയായി നിയമിച്ചു. അയാൾ പൂന്തോട്ടത്തിൽ ഓരോ പരിഷ്കാരങ്ങൾ നടത്താൻ തുടങ്ങി. ചെടികൾക്കെല്ലാം നല്ല ശ്രദ്ധയും പരിചരണവും നൽകി. അങ്ങനെ 2-3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ പൂന്തോട്ടം വളരെ മെച്ചപ്പെട്ടു. അത് കണ്ട് രാജാവ് സന്തുഷ്ടനായി. അദ്ദേഹം അയാളെ പ്രധാന തോട്ടക്കാരനായി ഉയർത്തി. അന്നു മുതൽ അയാൾ തൻ്റെ തന്ത്രം പ്രയോഗിക്കാൻ തുടങ്ങി. ആ വിശേഷപ്പെട്ട മാവിന് ചുറ്റുമായി അയാൾ ധാരാളം വേപ്പിൻ ചെടികൾ നട്ടുപിടിപ്പിച്ചു. അവ നന്നായി കിളിച്ചു വന്നു. അതോടെ അവരുടെ വേരും മാവിൻ്റെ വേരും തമ്മിൽ പിണഞ്ഞു.
മാവിൻ്റെ ചില്ലകൾ വേപ്പിൻ ചില്ലകളുമായി ഇടകലർന്നു. അടുത്ത കൊല്ലവും ആ മാവിൽ മാങ്ങകളുണ്ടായി. അവ പഴുത്ത് പാകമായി. ആദ്യത്തെ മാമ്പഴം രുചിച്ചപ്പോൾ തന്നെ രാജാവ് ഞെട്ടിപ്പോയി. വല്ലാത്ത കയ്പ്. അദ്ദേഹം മറ്റൊരു മാമ്പഴം എടുത്ത് തിന്നു നോക്കി. അതിനും കയ്പ്. കയ്പ് കൊണ്ട് ഛർദ്ദിക്കണമെന്ന് തോന്നി. രാജാവ് ഉടൻ തന്നെ മന്ത്രിയെ വിളിച്ചു വരുത്തി. ബോധിസത്വനാണ് മന്ത്രി. രാജാവ് ചോദിച്ചു, മന്ത്രി, ഇത് കണ്ടില്ലേ? നല്ല മധുരമുണ്ടായിരുന്ന ഈ മാവിലെ മാമ്പഴം കഴിക്കുന്നല്ലോ. എന്താണ് കാര്യം? ബോധിസത്വൻ ഉടൻ രാജാവിനെ തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വേപ്പുകൾക്കിടയിൽ ഞെരുങ്ങി നിൽക്കുന്ന മാവ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ടാൽ എത്ര നല്ലവരുടെയും സ്ഥിതി ഇത് തന്നെ. നന്ദി.